ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ ഭീതിയിലാക്കി കനത്ത മഴ തുടരുകയാണ്. ഡൽഹിയിൽ യമുന നദി എക്കാലത്തെയും ഉയർന്ന ജലനിരപ്പായ 208.46 മീറ്ററിലേക്ക് ഉയർന്നു. ഇതോടെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാകുകയും ഒഴിപ്പിക്കൽ നടപടികൾ വേഗത്തിലാക്കുകയും ചെയ്തു. പ്രളയഭീഷണി നേരിടുന്നതുകൊണ്ട് തന്നെ ഡൽഹിയിലെ പ്രദേശങ്ങളിൽ 144 പ്രഖ്യാപിച്ചു. 44 വർഷത്തിന് ശേഷം രേഖപ്പെടുത്തുന്ന ഏറ്റവും കൂടിയ ജലനിരപ്പാണിത്. ഇതോടെ ഡൽഹിയിലെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിലായി. വെള്ളപ്പൊക്കത്തിൽ നിരവധി വാഹനങ്ങൾ ഒലിച്ചുപോയി. കൃഷിയെയും വെള്ളപ്പൊക്കം കാര്യമായി ബാധിച്ചു. 16,564 ആളുകളെ ഇതുവരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. 14,534 പേരാണ് ടെന്റുകളിൽ താമസിക്കുന്നത്. റോഡ് ഗതാഗതത്തെയും വെള്ളക്കെട്ട് ബാധിച്ചു. കന്നുകാലികളെ ഉപേക്ഷിച്ച് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ ഭൂരിഭാഗം ആളുകളും തയ്യാറാവുന്നില്ലെന്നാണ് റിപ്പോർട്ട്. യമുനയുടെ തീരത്ത് മയൂർ വിഹാറിൽ മാത്രം 100-ലധികം കുടുംബങ്ങളാണ് ടെന്റുകളിൽ താമസിക്കുന്നത്. പലർക്കും മതിയായ ഭക്ഷണമോ കുടിവെള്ളമോ ലഭിക്കുന്നില്ലെന്ന പരാതിയുമുണ്ട്. വിതരണത്തിനായി കൊണ്ടുവരുന്ന ഭക്ഷണം ഇവിടെയുള്ള പകുതി പേർക്ക് പോലും തികയുന്നില്ലെന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട്. ഏറെക്കുറെ ഗതാഗതവും സ്തംഭിച്ച അവസ്ഥയിലാണ്. മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയുടെ സമീപ പ്രദേശങ്ങളും വെള്ളത്തിനടിയിലാണ്. ഹരിയാന ഹഥ്നികുണ്ട് അണക്കെട്ട് തുറന്നുവിട്ടതിന് പിന്നാലെയാണ് യമുനയിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നത്. ഇതേ തുടർന്ന് ഡൽഹി പ്രളയഭീഷണിയിലാണെന്നും അണക്കെട്ട് തുറക്കുന്നതിൽ ഇടപെടണമെന്നും കേജ്രിവാൾ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അണക്കെട്ടിൽ നിന്നുള്ള അധിക ജലം തുറന്നുവിടാതെ നിർവാഹമില്ലെന്നായിരുന്നു കേന്ദ്രത്തിന്റെ മറുപടി. വ്യാഴാഴ്ച ഉച്ചയോടെ നദിയിലേക്ക് തുറന്നുവിടുന്ന വെള്ളത്തിന്റെ അളവ് കുറയുമെന്ന് കേന്ദ്ര ജല കമ്മീഷനും അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഡൽഹിയിൽ മഴയ്ക്ക് നേരിയ ശമനം ഉണ്ടായതും ആശ്വാസകരമായിട്ടുണ്ട്. ജലനിരപ്പ് ഉയർന്നതിന് പിന്നാലെ യമുന നദീതീരത്ത് താമസിക്കുന്നവർ എത്രയും വേഗം വീടുകൾ ഒഴിഞ്ഞ് ക്യാമ്പുകളിലേക്ക് മാറണമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. പ്രളയഭീഷണി നേരിടുന്ന പ്രദേശങ്ങളിലുള്ളവരെ നഗരത്തിന്റെ പല ഭാഗങ്ങളിലായി ക്രമീകരിച്ച് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും മാറ്റും. പ്രളയസാധ്യതാ പ്രദേശങ്ങൾ നിരീക്ഷിക്കാനായി 16 കൺട്രോൾ റൂമുകളും തുറന്നിട്ടുണ്ട്. അതേസമയം ഹിമാചലിലെ പ്രളയം മൂലം മണാലിയിൽ കുടുങ്ങിയ മലയാളി ഡോക്ടർമാരുടെ സംഘം നാട്ടിലേക്ക് തിരിച്ചു. എറണാകുളം മെഡിക്കൽ കോളേജിലെ 27 ഹൗസ് സർജന്മാരാണ് യാത്ര തിരിച്ചത്. റോഡ് മാർഗം ഡൽഹിയിലേക്ക് പുറപ്പെട്ട ഇവർ ഇന്ന് വൈകിട്ടോടെ ഡൽഹിയിലെത്തും. 2 സംഘങ്ങളിലായി 45 മലയാളി ഡോക്ടർമാരാണ് ഹിമാചലിൽ കുടുങ്ങിയത്. മണാലിയിൽ നിന്നും 100 കിലോമീറ്റർ അകലെ ഗീർഗംഗയിൽ കുടുങ്ങിയ തൃശ്ശൂരിൽ നിന്നുള്ള 18 മലയാളി ഡോക്ടർമാർ ഇന്നലെ തന്നെ മലയിറങ്ങിയിരുന്നു. അതേസമയം ഹിമാചൽ പ്രദേശിൽ 300ഓളം സഞ്ചാരികൾ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുകയാണ്. 2577 ട്രാൻസ്ഫോമറുകൾ തകരാറിലായതിനാൽ കുളുവിലും മടിയിലും വൈദ്യുതിയും മൊബൈൽ ഫോണും നിലച്ച അവസ്ഥയാണുള്ളത്. എന്നാൽ ഹരിയാനയിൽ പ്രളയത്തിൽ മുങ്ങിയ പ്രദേശം സന്ദർശിക്കാനെത്തിയ JJP MLA ഈശ്വർ സിംഗിന്റെ മുഖത്ത് പ്രദേശവാസിയായ സ്ത്രീ അടിക്കുന്ന ദൃശ്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. എന്തിനാണ് ഇപ്പോൾ വന്നത് എന്ന് ചോദിച്ചായിരുന്നു ഇവർ MLAയുടെ മുഖത്ത് അടിച്ചത്. പ്രദേശത്തെ ഒരു ബണ്ട് പൊട്ടിയതാണ് വെള്ളം കയറാൻ കാരണമായത്. എന്നാൽ ഇതിന്റെ പേരിൽ സ്ത്രീക്കെതിരെ ഒരു നിയമ നടപടിയും ഉണ്ടാവില്ലെന്നും അവരോട് ക്ഷമിച്ചുവെന്നും ഈശ്വർ സിംഗ് പറഞ്ഞു. മഴ മൂലം പ്രളയസാധ്യത അനുഭവിക്കുന്ന സംസ്ഥാനങ്ങളിൽ ദുരിതാശ്വാസ നടപടികളും പുരോഗമിക്കുകയാണ്. ഉത്തരേന്ത്യയിൽ 7 സംസ്ഥാനങ്ങൾ അതിരൂക്ഷമായ പ്രളയക്കെടുതിയിലാണ്. ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികൾ കരകവിഞ്ഞ് ഒഴുകിയതാണ് പ്രതിസന്ധിയായിരിക്കുന്നത്.